വളരെ പ്രസിദ്ധമായ തിരുവില്ലാമല ക്ഷേത്രത്തിനെ കുറിച്ച് നമുക്കിന്ന് കഥ കേട്ടാലോ? പിൽവാതിയിലെ ശ്രീരാമലക്ഷ്മണന്മാരെ കുറിച്ച് അറിയാത്തവരായി ആരാണുള്ളത്? പുനർജനി ഗുഹ ഉൾപ്പെടുന്ന ശ്രീ തിരുവില്ലാമല ക്ഷേത്രത്തിന്റെ ഉത്ഭവവും മഹാത്മ്യവും നമുക്ക് ശ്രവിച്ചു നോക്കാം. തിരുവില്ലാമലയുടെ സംസ്കൃത രൂപമാണ് വില്വാദ്രി. വില്വാദ്രിനാഥൻ ഭഗവാൻ ശ്രീരാമനാണെങ്കിലും തുല്യ പ്രാധാന്യത്തോടെ അനുജൻ ലക്ഷ്മണനും അവിടെ കുടികൊള്ളുന്നു. ജ്യേഷ്ഠാനുജന്മാർക്ക് ഒരുപോലെ പരിഗണന ലഭിക്കുന്ന ക്ഷേത്രം വില്വാദ്രി പോലെ വേറൊന്നില്ല. തൃപ്രയാറും കടവല്ലൂരും അടക്കമുള്ള ശ്രീരാമ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് പഴക്കവും പ്രാമാണ്യവും തിരുവില്ലാമലയിലെ ശ്രീരാമന് കൽപ്പിക്കപ്പെടുന്നു. രാമലക്ഷ്മണന്മാർ കഴിഞ്ഞാൽ 5 അടിയോളം ഉയരം വരുന്ന ഹനുമൻ വിഗ്രഹം പ്രധാനമാണ്. ഗണപതി, ലക്ഷ്മി ദേവി, ഭൂമിദേവി തുടങ്ങിയ ദേവതകൾക്കുമുണ്ട് ക്ഷേത്രത്തിലെ സ്ഥാനം. ലക്ഷ്മണന്മാരുടെ സാന്നിധ്യത്താൽ ധന്യമായ ഈ ദേശത്തിന് തിരുവില്ലാമല എന്ന പേര് സിദ്ധിക്കാനുള്ള കാരണത്തെക്കുറിച്ച് 2 ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. ശ്രീരാമക്ഷേത്രത്തിന്റെ താഴെയായി വലിയൊരു ഗുഹയാണെന്നും അവിടെ ഒരു സ്വർണ്ണ തുല്യമരം അഥവാ കൂവളം വളരുന്നുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. ദേവന്മാർക്ക് പ്രിയങ്കരമായ കൂവളത്തിന്റെ സാന്നിധ്യം കൊണ്ട് ആ സ്ഥലം തിരുവില്ലാമലയാണെന്നാണ് ഒരു ഐതിഹ്യം. എന്നാൽ തിരുവില്ലാമല ക്ഷേത്രത്തിനെ കുറിച്ച് ആ പേര് വരാനുള്ള കാരണത്തെക്കുറിച്ച് മറ്റൊരു ഐതിഹ്യവും നിലവിലുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. വില്യമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ്. പറഞ്ഞുവല്ലോ, വിഗ്രഹ സാന്നിധ്യത്തോടെ വൈഷ്ണവ ചൈതന്യം തിരുവില്ലാമലയിൽ നിറഞ്ഞു കവിഞ്ഞു. എല്ലാവരും ഏതു നേരവും വിഗ്രഹത്തിന് സമീപത്തു തന്നെ ചിലവഴിച്ച് നാമജപം തുടങ്ങി. ഈ അവസ്ഥ പാതാളത്തിലെ അസുരന്മാരെ അസ്വസ്ഥരാക്കി. ക്ഷേത്രബിംബം തകർത്തെറിഞ്ഞ് ചൈതന്യമില്ലാതാക്കാൻ അവർ തീരുമാനിച്ചു. എന്നാൽ തങ്ങൾ നേരിട്ട് ചെന്ന് അങ്ങനെ ചെയ്യുന്നത് തദ്ദേശീയരുടെ എതിർപ്പിന് കാരണമാവും. അതുകൊണ്ട് തന്ത്രത്തിൽ ലക്ഷ്യം സാധിക്കാവുന്നെന്ന് അസുരന്മാർക്ക് തോന്നി. തടിമിടുക്കുള്ള ഒരു അസുരനെ അവർ ആ ദൗത്യമേൽപ്പിച്ചു. അത് ഏറ്റെടുത്ത അയാൾ ക്ഷേത്രബിംബം ഇല്ലായ്മ ചെയ്തേ മടങ്ങൂ എന്ന ശബ്ദത്തോടെ ഭൂമിയിലേക്ക് യാത്രയായി. ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ഭൂമിയിലെത്തിയ അസുരന് ക്ഷേത്രത്തിലെ പണിക്കാർ അഭയം നൽകി. താനൊരു പരദേശി ബ്രാഹ്മണനാണെന്നും സ്വയം പരിചയപ്പെടുത്തിയാണ് അയാൾ അവിടെ പാർപ്പ് തുടങ്ങിയത്. ക്ഷേത്രത്തിലെത്തുന്ന ബ്രാഹ്മണന്മാർക്കെല്ലാം 2 നേരം നിവേദിച്ചോറ് നൽകുന്ന പതിവ് അവിടെ ഉണ്ടായിരുന്നു. ദിവസേന 2 നേരത്തെ പടച്ചോറ് അയാൾക്ക് കിട്ടിയെങ്കിലും അതുകൊണ്ടൊന്നും തീറ്റഭ്രാന്തനായ അസുരൻ വിശപ്പ് മാറിയില്ല. നേരം ഇരുട്ടിയതും അയാൾ തന്റെ തനി സ്വരൂപം കാട്ടി. ക്ഷേത്രത്തിൽ ഭക്തന്മാർ നടക്കിരുത്തിയ അനേകം പശുക്കളും കാളകളും ഉണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ അയാൾ ആരും അറിയാതെ കാലികൾ ഓരോന്നിനെയും പിടിച്ച് കടിച്ചു കീറി തിന്നു. ഇതൊരു പതിവായി. എണ്ണമറ്റ കന്നുകാലികൾ ഉള്ളതിനാൽ അസുരന്റെ ചതി ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. കന്നുകാലികളെ തിന്ന ശേഷം അതിന്റെ കൊമ്പുകളും എല്ലുമെല്ലാം ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറ് എറിയുകയായിരുന്നു അയാൾ ചെയ്തത്. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ആ ഭാഗം എല്ലുകളുടെയും കൊമ്പുകളുടെയും ഒത്തൊരു കുന്നായി മാറി. മൂരിക്കുന്ന് എന്നാണ് ഇപ്പോഴും ആ പ്രദേശം അറിയപ്പെടുന്നത്. നിങ്ങൾ മൂരിക്കുന്ന് എന്ന പ്രദേശത്തെക്കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ആ സ്ഥലത്തു നിന്ന് വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കന്നുകാലികളെ കൊന്നു തിന്നു മടുത്തപ്പോൾ അസുരൻ ക്ഷേത്രത്തിൽ ഉറങ്ങിക്കിടന്ന ചില സാധു ബ്രാഹ്മണന്മാരെയും അകത്താക്കാൻ തുടങ്ങി. പല പ്രദേശങ്ങളിൽ നിന്നും അവിടെ എത്തിപ്പെട്ടവരായതിനാൽ ബ്രാഹ്മണന്മാർക്ക് തമ്മിൽ തമ്മിൽ പരിചയമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അസുരന്റെ പ്രവൃത്തികൾ അപ്പോഴും പുറത്തായില്ല. പകലൊക്കെ കാവി പുതച്ച് ഉത്തമ ഭക്തൻ ചമഞ്ഞു നടന്ന അസുരനെ ആരും സംശയിച്ചതുമില്ല. പിന്നീട് പശുക്കളുടെയും ബ്രാഹ്മണന്മാരുടെയും എണ്ണം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴും പിശാചുക്കൾ ചെയ്യുന്ന പ്രവൃത്തിയാണതെന്ന് ക്ഷേത്രത്തിലുള്ളവർ കരുതിയുള്ളൂ. സർവനാശം വിതയ്ക്കുന്ന പിശാചുകളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണേ എന്നവർ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഇതിനിടയിൽ തനിക്ക് ചെയ്യാനുള്ള കടമയെക്കുറിച്ച് അസുരൻ ഓർത്തു. വിഗ്രഹം പിഴുതെറിയാനുള്ള സന്ദർഭം കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ചിരുന്ന അയാൾ അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞതും കുംഭമാസത്തിലെ കറുത്ത പക്ഷമെത്തി. ആ രാത്രി തന്നെ എല്ലാം തീർത്ത് പാതാളത്തിലേക്ക് മടങ്ങണമെന്ന് അയാൾ ഉറപ്പിച്ചു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അയാൾ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് ശ്രീകോവിലിനടുത്തെത്തി. ചുറ്റും നോക്കി ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അയാൾ ശ്രീകോവിലിന്റെ കവാടം ചവിട്ടി തുറന്നു. അസാമാന്യ തേജസ്സോടെ തിളങ്ങുന്ന വിഗ്രഹം പിഴുതെടുക്കാൻ അയാൾ കൈനീട്ടി. അടുത്ത നിമിഷം കാതടപ്പിക്കുന്ന ഒരു അലർച്ചയുണ്ടായി. ഭഗവാൻ വിഷ്ണു രൗദ്രരൂപിയായി അവിടെ പ്രത്യക്ഷനായി. തന്റെ ഇരിപ്പിടം അശുദ്ധമാക്കി തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച അസുരനോട് ഭഗവാന് അടക്കാനാവാത്ത ദേഷ്യം തോന്നി. ഭഗവാൻ അയാൾക്ക് മുന്നിൽ ചാടി വീണ് തലങ്ങും വിലങ്ങും മർദ്ദിച്ചു. വേദന സഹിക്കവയ്യാതെ അസുരൻ വിലപിച്ചു. അതൊന്നും കൂട്ടാക്കാതെ ഭഗവാൻ അവന്റെ മാറു പിളർന്ന് ചോര കുടിച്ചു. ശ്രീകോവിൽ നിന്നുള്ള അലർച്ച കേട്ട് ക്ഷേത്രപ്പണിക്കാരും ഭക്തജനങ്ങളും ഓടിക്കൂടി. പാതിര കഴിഞ്ഞ ഈ നേരത്ത്
ശ്രീകോവിലിൽ ആരാണ് കടന്നത് എന്നറിയാനുള്ള ആകാംക്ഷ എല്ലാവരിലും ഇഴിച്ചു കണ്ടു. ശ്രീകോവിലിനകത്തേക്ക് നോക്കേണ്ട താമസം ഭക്തജനങ്ങൾ ഒന്നടങ്കം മോഹലാസ്യപ്പെട്ടു. ഭഗവാന്റെ രൗദ്രരൂപം കാണാനുള്ള കരുത്ത് അവിടെ കൂടിയവരിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരത്തിനു ശേഷം പലർക്കും ബോധം വീണ്ടും കിട്ടിയെങ്കിലും അവരെല്ലാം തല കുനിച്ചിരുന്ന് വിഷ്ണുനാമം ജപിച്ചതേയുള്ളൂ. അപ്പോഴാണ് വില്യമംഗലം സ്വാമിയാർ ആ വഴി വന്നത്. ഭഗവാൻ കോപാകുലനായി നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹം ഭഗവാന്റെ തൃപ്പാദങ്ങൾ പുഷ്പാർച്ചന നടത്തി. പിന്നെ വില്വാദ്രിനാഥ നമോ എന്ന് തുടങ്ങുന്ന കീർത്തനം മധുരമായി ആലപിച്ചു. തുടർന്ന് കണ്ണടച്ച് കൈകൂപ്പി അദ്ദേഹം അപേക്ഷിച്ചു, ഭഗവാനെ, അവിടുത്തെ ഈ തീക്ഷ്ണരൂപം താങ്ങാൻ ഭക്തന്മാർക്ക് ശേഷിയില്ല. ദയവ് ചെയ്ത് ഈ രൂപം മാറ്റി അങ്ങ് ശാന്തസ്വരൂപിയാവണം. അതിനായി ഞാൻ നടത്തിയ പുഷ്പാർച്ചനയും നാമാർച്ചനയും സ്വീകരിച്ചാലും. വില്യമംഗലം സ്വാമിയാരുടെ വാക്കുകൾ നിരസിക്കാൻ ഭഗവാനായില്ല. അദ്ദേഹം ശാന്ത സ്വരൂപം കൈക്കൊണ്ട് വിഗ്രഹത്തിൽ കുടിയേറി. അതുകണ്ട് സ്വാമിയാർ നിറ കണ്ണുകളോടെ ഭഗവാനെ വീണ്ടും സ്തുതിച്ചു. ഭഗവത് ദർശനം ഭാഗ്യം സിദ്ധിച്ച ഭക്തന്മാരും ആ വരികൾ ഭക്തിപുരസരം ഏറ്റുചൊല്ലി. ശാന്താകാരനായ ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. ഈ സംഭവത്തിനു ശേഷം ആ സ്ഥലം വിഭ്രാതി അഥവാ തിരുവില്ലാമല എന്ന പേരിൽ പ്രശസ്തമായി എന്നാണ് വിശ്വാസം. ഈ ഐതിഹ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ മറ്റെന്തെങ്കിലുമാണ് നാട്ടിൽ പറയുന്നതെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്തോളൂ. തിരുവില്ലാമലയിലെ മറ്റൊരു വിശേഷം നിങ്ങൾക്ക് കേൾക്കണോ? അവിടെ 2 പ്രധാന ശ്രീകോവിലുകൾ കാഴ്ചയിൽ ഒരുപോലെ തന്നെയാണുള്ളത്. എന്നാൽ അവ ഒരുമിച്ച് ചേർത്തല്ല നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടിനുമിടയിൽ അല്പം അകലമുണ്ട്. ഒരിടത്തെ പൂജാദികളും മന്ത്രോച്ചാരണവും മറ്റേ ശ്രീകോവിൽ എത്തരുതെന്നാണ് വിശ്വാസം. ജ്യേഷ്ഠന് ചെയ്യുന്ന പൂജകൾ അനുജനുള്ള മന്ത്രങ്ങൾ ജ്യേഷ്ഠനും അറിയേണ്ടതില്ല എന്നത്രേ ഈ വിശ്വാസത്തിന്റെ കാതിൽ. കിഴക്ക് വശത്തെ ശ്രീകോവിലിൽ ലക്ഷ്മണനും പടിഞ്ഞാറുള്ള ശ്രീകോവിൽ ശ്രീരാമനുമാണെന്നാണ് പൊതുവായ വിശ്വാസം. എന്നാൽ ഇക്കാര്യത്തിലും അഭിപ്രായ ഭേദങ്ങൾ ഇല്ലാതില്ല. ഭൗതികമായ ഐശ്വര്യലബ്ധിക്ക് കിഴക്കേ നടയിലെ ദർശനവും മരണാനന്തരമുള്ള മോക്ഷത്തിനും പടിഞ്ഞാറേ നടയിൽ ദർശനവും നിമിത്തമാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ കൃതിയിലെ പരാമർശങ്ങൾ അനുസരിച്ച് തിരുവില്ലാമലയിലെ 2 ശ്രീകോവിലുമുള്ളത് മഹാവിഷ്ണുവിന്റെ വിഗ്രഹങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ ഐതിഹ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അടുത്ത ഭാഗം നമുക്ക് തിരുവില്ലാമലയിലെ മറ്റു വിശേഷങ്ങളെ കുറിച്ച് കേൾക്കാം. ശരി, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുവില്ലാമലയെക്കുറിച്ച് എൻ്റെ വല്യമ്മ പറഞ്ഞു തന്ന കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പുനർജനി ഗുഹയും മറ്റ് ശ്രീരാമ ലക്ഷ്മണ വിഗ്രഹങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങളും ഒക്കെ നമുക്ക് അടുത്ത എല്ലാ കഥകളെക്കുറിച്ച് കേൾക്കാൻ അടുത്ത പാട്ടിനെ കാത്തിരിക്കുക. കഥകൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമസ്കാരം.